നമ്മളെല്ലാവരും പോകുന്ന സ്ഥലം അതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ടൂറിസമാണ്. എക്സ്പീരിയൻസ് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, ഓഫ് ബീറ്റ് ടൂറിസം. അപ്പൊ ഈ എക്സ്പീരിയൻസ് ടൂറിസം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ആളുകൾക്ക് വിദേശികളായാൽ പോലും ഇപ്പൊ നാട്ടിൽ വന്ന്, ഞാൻ നാട്ടിൽ പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് കേരളത്തിന്റെ ഉദാഹരണം. ഇപ്പോ വയലിൽ വന്നിട്ട് നെല്ല് ചോറ് വരുന്നു എന്നല്ലോ, അതെങ്ങനെ വരുന്നു എന്നുള്ള പ്രോസസ്സ് അതൊന്നും വേണ്ട. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയാണ് കള്ള്, തോടി. ഒരു ഉദാഹരണം പറയാൻ വന്നിട്ട്. അപ്പൊ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുള്ള അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആളുകൾക്ക് വന്ന് അതിനെ കണ്ട്, അവർക്ക് തെങ്ങേറാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളതിലൊക്കെ അതവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ബാക്കിയുള്ളതിലൊക്കെ അവർക്ക് പ്രോസസ് ആവാൻ പറ്റും. നിങ്ങൾ കേട്ടു, ഫിറോസ് അബ്ദുള്ള എന്ന യുവ തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം കോൾഗേറ്റ് പാം ഓലിവിൽ സെയിൽസിൽ അദ്ദേഹം ടെക്നിക്കൽ സൈഡിലായിരുന്നു. പക്ഷേ ഒരു അനുഗ്രഹം കിട്ടുന്നത് ചിലരൊക്കെ നമ്മളൊന്ന് കൈപിടിച്ച് സഹായിക്കുമ്പോഴാണ്. ലൂലുവിലെ യൂസഫ് അലി സാറ് കൈപിടിച്ചു കൊണ്ടുവന്ന ആ യുവാവെന്ന് ദുബായിൽ അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ്. അദ്ദേഹം നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല പാക്കേജിങ്, അഡസീവ് ടേപ്സ് ആണെങ്കിൽ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ പേരിലാണ്. വളരെ സന്തോഷമുണ്ട്. മലയാളികളായ പല സംരംഭകരും നാട് വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പിന്നീട് ഒരു സംരംഭം തുടങ്ങി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകരായി വളരുന്നതിൽ ഇത്തരം മാതൃകാപരമായ സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ.